ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. പാകിസ്ഥാനെതിരായ ജയം 7 വിക്കറ്റിനാണ്. ഇന്ത്യക്ക് വേണ്ടി തകർത്തടിച്ച സൂര്യകുമാർ യാദവ്. പാകിസ്ഥാനെ കടന്നാക്രമിച്ച് അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും. ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ 2ാം ജയമാണ്. ജയേഷ് പൂക്കുട്ടൂരുണ്ട്. ജയേഷ് പൂക്കുട്ടൂർ, എങ്ങനെ വിലയിരുത്താം? പാകിസ്ഥാനെതിരെ എല്ലായ്പ്പോഴും ഇന്ത്യ മേധാവിത്വം നേടാറുണ്ട്. കണക്കിലും നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ ഈ ഒരു വിജയത്തോടു കൂടി 14 T20 മത്സരങ്ങളിൽ നിന്നായി 11 വിജയം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. 3 തവണ മാത്രമാണ് 2020-ൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ പരാജയപ്പെട്ടത്. ആ ഒരു വിജയക്കണക്ക് ഒരിക്കൽ കൂടി ഇന്ത്യ ആവർത്തിച്ചിരിക്കുന്നു. ഏഷ്യ കപ്പിലും മറിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. അനായാസ വിജയം തന്നെയായിരുന്നു ഇന്ത്യ സ്വന്തമാക്കിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ഫീൽഡിങ്ങിനിറങ്ങിയ ഇന്ത്യ പാകിസ്ഥാനെ 127 റൺസ് എന്ന ചെറിയ ടോട്ടൽ ഒതുക്കിയപ്പോൾ തന്നെ ഇന്ത്യ ഏറെക്കുറെ അനായാസ വിജയം ഉറപ്പിച്ചാണ്. നമുക്കറിയാം, ആദ്യത്തെ 7 ബാറ്റർമാരും വളരെ നന്നായി ബാറ്റ് ചെയ്യുന്ന താരങ്ങളാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അനായാസ വിജയം തന്നെയാണ് ഇത് പ്രതീക്ഷിച്ചത്. അത്തരം അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. 2ാം പന്തിൽ തന്നെ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനും ഒപ്പം തന്നെ ഓപ്പണറുമായ ശുഭ്മാൻ ഗില്ലിൻ്റെ വിക്കറ്റ് നഷ്ടമായെങ്കിൽ പോലും മികച്ച കൂട്ടുകെട്ടുകളിലൂടെ ഇന്ത്യ അനായാസ ഒരു വിജയത്തിലേക്ക് എത്തി. എടുത്തു പറയാനുണ്ടായിരുന്നത് അഭിഷേക് ശർമ്മ നൽകിയ വെടിക്കെട്ട് തുടക്കം തന്നെയായിരുന്നു. 13 പന്തിലാണ് 4 ബൗണ്ടറികളുടെയും 2 സിക്സറുകളുടെയും സഹായത്തോടെ 31 റൺസ് എടുത്തുകൊണ്ട് അഭിഷേക് ശർമ്മ മികച്ച തുടക്കം നൽകിയത്. പിന്നീട് 1 ഡൗൺ എത്തിയ നായകൻ സൂര്യകുമാർ യാദവ് 37 പന്തിൽ 47 റൺസ് എടുത്ത് പുറത്താവാതെ നിന്നു. ഒരു സിക്സർ അടിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് അവിസ്മരണീയമായ വിജയം നായകൻ സൂര്യകുമാർ യാദവ് സ്വന്തമാക്കിയത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് സൂര്യകുമാർ യാദവിൻ്റെ 35ാമത്തെ പിറന്നാൾ കൂടിയായിരുന്നു. അങ്ങനെ പിറന്നാൾ ദിനത്തിൽ ഒരു വെടിക്കെട്ട് ബാറ്റിങ്ങിലൂടെ ഇന്ത്യക്ക് അവിസ്മരണീയമായ ഒരു വിജയം, പ്രത്യേകിച്ച് പല രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു മത്സരമാണ്. അത്തരത്തിൽ ബഹിഷ്കരണങ്ങളും മറ്റുമൊക്കെ നിലനിന്നൊരു മത്സരമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ നേടിയ വിജയത്തിന് തിളക്കമേറെയാണ്. അതിൽ തന്നെ നായകൻ്റെ ഒരു കയ്യൊപ്പ് ചേർത്തിയ വിജയം എന്നുള്ളത് സൂര്യകുമാർ യാദവിനും തീർച്ചയായിട്ടും വലിയ നേട്ടം തന്നെയാണ്. 37 പന്തിൽ 47 റൺസാണ് സൂര്യ പുറത്താവൻ നേടിയത്. തിലക് വർമ്മ മികച്ചൊരു സ്റ്റാൻഡോട് കൂടി തന്നെ 31 പന്തിൽ 31 റൺസുമായി മികച്ച രീതിയിൽ തന്നെ നിന്നു. അവസാന വിക്കറ്റ് വിജയത്തിന് തൊട്ടടുത്ത് തിലക് വർമ്മ പുറത്തായെങ്കിലും പിന്നീടെത്തിയ ശിവം ദുബെ 7 പന്തിൽ 10 റൺസുമായി നായകൻ സൂര്യകുമാർ യാദവിനൊപ്പം പുറത്താകാൻ നിന്നു. അങ്ങനെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും സന്തുലിതമായ പ്രകടനത്തോടു കൂടി തന്നെ ഒരു ഓൾറൗണ്ട് പ്രകടനം തന്നെയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയത്. ഓക്കെ, ജയേഷ് പൂക്കുട്ടൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.